ഹലോ സുഹൃത്തുക്കളെ, നാട്ടിൽ ഫ്ലിക്സ് ബസ്സിൻ്റെ പേരിലൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. തട്ടിപ്പ് മെയിനായിട്ട് നടക്കുന്നത് നെതർലൻഡിലേക്ക് ഡ്രൈവർമാർ, പിന്നെ ചെക്ക് റിപ്പബ്ലിക് ഡ്രൈവർമാരെന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും നടക്കുന്നത്. ഇപ്പോൾ ഈ ഏജൻസി വരുന്നത് ബോംബെ, ഹൈദരാബാദ് അവിടെയൊക്കെയാണ്. അപ്പോൾ ഇവരോട് അവിടെ ചെല്ലാൻ പറയും. അവരോട് പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം പൈസ ഒന്നും കൊടുക്കണ്ട, എല്ലാം കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും, പൈസ കൊടുക്കണ്ടല്ലോ, പൈസ പോവില്ല എന്ന്. പക്ഷേ ഇവർ പറയും, അവിടുന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പറയും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കും, നിങ്ങൾ പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്കൊരു മെഡിക്കൽ എടുക്കണം എന്ന് പറയും. എന്നിട്ട് ഇവരെ വിളിപ്പിച്ച് ഒരു മെഡിക്കൽ എടുപ്പിക്കും. അതിന് 11,000 റുപ്യാണ് അവർ ചാർജ് ചെയ്ത് ഒരു മെഡിക്കൽ എടുക്കാൻ. ആ മെഡിക്കൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അവരെ വിടും. സംഭവം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരമില്ല. അപ്പോൾ 11,000 റുപ്യയിലെല്ലാം റെഡി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കും. ഇതുപോലെ ഒരു 100 പേരൊരു ദിവസം പറ്റിച്ചാൽ പോരെ അവർക്ക്. അപ്പോൾ അവർ ആ പൈസ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ, വേറെ ലക്ഷങ്ങളൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഒരാളെ നിന്നൊരു 11,000 റുപ്യ. എന്നിട്ട് സംഭവം എന്താ വെച്ചാൽ, ആദ്യം തന്നെ മെഡിക്കൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലവരോട് പറയണത് ട്രാവൽ ഇൻഷുറൻസ് എന്നാണ് പറയണത്. ട്രാവൽ ഇൻഷുറൻസ് എന്നും പറഞ്ഞിട്ട് 7,000 രൂപയാണ് കുറേ പേരിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ട്രാവൽ ഇൻഷുറൻസ് ആദ്യം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പോകേണ്ട ഒരു ആഗ്രഹത്തിലും ഒക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മളങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും ഇവർക്കൊരു വിശ്വാസം വരില്ല. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഏജൻസിയിലൊക്കെ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ നന്നായി അന്വേഷിച്ചിട്ട് മാത്രം കൊടുക്കുക. ഇതേപോലെ മെഡിക്കൽ എടുക്കണം, ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ ആദ്യം പറയുമ്പോൾ അവരോട് ചോദിക്കുക. ഇതൊക്കെ അവസാനം വരുന്ന കാര്യങ്ങളല്ലേ, ഇതെന്താ ഫസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ച്. പിന്നെ എത്ര പറഞ്ഞാലും നമുക്ക് ഇതൊന്നും പിടുത്തം കിട്ടില്ല. അവർ എല്ലാം ഉഡായി പറഞ്ഞവരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുക.